നമസ്കാരം. ഫിസിക്സ് റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, നിങ്ങൾ ക്ലാസ്സുകൾ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നോക്കൂ, രണ്ടാമത്തെ റിവേഴ്സ് ബയാസ്. റിവേഴ്സ് ബയാസിൽ എന്താ? ഒന്നാമത് പി കണക്റ്റഡ് ടു നെഗറ്റീവ് ഓഫ് ദ ബാറ്ററി, എൻ കണക്റ്റഡ് ടു പോസിറ്റീവ് ഓഫ് ദ ബാറ്ററി. അപ്പോൾ പി എൻ ജംഗ്ഷൻ്റെ പി റീജിയൻ ബാറ്ററിയുടെ നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുക, എൻ റീജിയൻ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്യുക. ദിസ് കണക്ഷൻ ഈസ് കോൾഡ് റിവേഴ്സ് ബയാസ്. ഈ കണക്ഷന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിവേഴ്സ് ബയാസ് എന്ന് പറയും. ഇനി ഇങ്ങനെ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഉണ്ടാവും നോക്കാം. ദ ഡയറക്ഷൻ ഓഫ് ദ അപ്ലൈഡ് വോൾട്ടേജ് ആൻഡ് ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് സെയിം. കണ്ടോ, ഇതാണ് ബാരിയർ പൊട്ടൻഷ്യൽ V0. ഇത് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ്. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ നെഗറ്റീവും നമ്മൾ അപ്ലൈ ചെയ്ത നെഗറ്റീവും സെയിം ആയിട്ട് വന്നു. അതുപോലെ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ പോസിറ്റീവും ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ പോസിറ്റീവും കണ്ടോ സെയിം ആയി. അപ്പോൾ എന്തുണ്ടാവും? ഡെപ്ലീഷൻ ലെയർ വിഡ്ത്ത് ഇൻക്രീസസ്. ഡെപ്ലീഷൻ ലെയറിൻ്റെ അല്ലെങ്കിൽ ഡെപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. ഒന്നാമത് ഉണ്ടാവുന്നത്. രണ്ടാമത് അപ്പോൾ എന്തുണ്ടാവും? കണ്ടോ, നെഗറ്റീവും നെഗറ്റീവും പോസിറ്റീവും പോസിറ്റീവും. അപ്പോൾ എന്തായി? ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് ഇൻക്രീസ്ഡ്, അല്ലെങ്കിൽ ബാരിയർ ഹൈറ്റ് ഈസ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇവിടെ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഹൈറ്റ് എത്രയാണ്? V+V0. കണ്ടോ, V+V0. കാരണം നെഗറ്റീവ് നെഗറ്റീവ്, ഇത് അപ്ലൈ ചെയ്ത വോൾട്ടേജിൻ്റെ നെഗറ്റീവ്, ഇത് ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ നെഗറ്റീവ്. ഇത് അപ്ലൈ ചെയ്ത പൊട്ടൻഷ്യലിൻ്റെ വോൾട്ടേജിൻ്റെ പോസിറ്റീവ്, ഇത് ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ പോസിറ്റീവ്. കണ്ടു. അപ്പോൾ ബാരിയർ ഹൈറ്റ്, ഡെപ്ലീഷൻ റീജിയൻ വിഡ്ത്ത് ഇൻക്രീസ്ഡ്, ബാരിയർ ഹൈറ്റ് ഇൻക്രീസ്ഡ്. അപ്പോൾ ഇഫക്റ്റീവ് ബാരിയർ വോൾട്ടേജ് അല്ലെങ്കിൽ ബാരിയർ ഹൈറ്റ് എന്തായി? V+V0 ആയി. കണ്ടു. അപ്പോൾ ടോട്ടൽ ബാരിയർ പൊട്ടൻഷ്യൽ V+V0 ആയി. രണ്ടാമത്തെ. ഇനി മൂന്നാമത്തെ. ദ ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം N to P ഈസ് സപ്രസ്ഡ്. അല്ലേ? എന്നിൽ നിന്ന് ഇലക്ട്രോൺസിന് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം ബാറ്ററിയുടെ പോസിറ്റീവ് ഇതിനെ അട്രാക്ട് ചെയ്ത് നിർത്തിയേക്കുക. അപ്പോൾ ഇലക്ട്രോൺസ് ഫ്ലോ ഫ്രം N to P ഈസ് സപ്രസ്ഡ്. എന്നിൽ നിന്ന് പിയിലേക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ചെയ്യണത്, മൂവ് ചെയ്യണത് സാധിക്കുന്നില്ല. എന്താ കാരണം? ഇവിടെ പോസിറ്റീവ് ഇതിനെ അട്രാക്ട് ചെയ്യാണ്. ഇനി അതുപോലെ നോക്കൂ, ഹോൾസ് കനോട്ട് ഷിഫ്റ്റ്. അല്ലേ? ഹോൾ ഡിഫ്യൂഷൻ ഫ്രം P to N. പിയിലത്തെ മെജോറിറ്റി ക്യാരിയേഴ്സ് ആയിട്ടുള്ള ഹോളിന് ഇങ്ങോട്ട് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ നെഗറ്റീവ് ഉണ്ട്. ആ നെഗറ്റീവ് ഹോൾസിനെ അവിടെ അട്രാക്ട് ചെയ്ത് നിർത്തിയേക്കാണ്. അപ്പോൾ ഡിഫ്യൂഷൻ കറൻറ്റ് ഈസ് വെരി സ്മോൾ. അതാണ് അടുത്തത്. അപ്പോൾ ദ ഡിഫ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം N to P ഈസ് സപ്രസ്ഡ്. സിമിലർലി ദ ഡിഫ്യൂഷൻ ഓഫ് ഹോൾസ് ഫ്രം P to N ഈസ് ഓൾസോ സപ്രസ്ഡ്. അപ്പോൾ എന്നിൽ നിന്ന് പിയിലേക്കുള്ള ഇലക്ട്രോൺ ഡിഫ്യൂഷനും പിയിൽ നിന്ന് എന്നിലേക്കുള്ള ഹോൾ ഡിഫ്യൂഷനും സപ്രസ് ചെയ്തു. ഇപ്പം സാധിക്കുന്നില്ല, കാരണം ഈ ബാറ്ററിയുടെ ഉണ്ടോ, പിന്നെ പൊട്ടൻഷ്യൽ ബാരിയർ കൂടി, ബാരിയർ ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു, ഡെപ്ലീഷൻ റീജിയൻ വൈഡൻ ചെയ്തു. ഇതൊക്കെ കാരണം ഈ ഡിഫ്യൂഷൻ കറൻറ്റ് ഈസ് റെഡ്യൂസ്ഡ് വെരി മച്ച്. ഡിഫ്യൂഷൻ കറൻറ്റ് തീരെ കുറവാണ്. ഫോർവേഡ് ബയാസിനെ അപേക്ഷിച്ച് ഇവിടെ ഡിഫ്യൂഷൻ കറൻറ്റ് ഈസ് വെരി മച്ച് റെഡ്യൂസ്ഡ്. ഫോർവേഡ് ബയാസിനെ അപേക്ഷിച്ച് ഡിഫ്യൂഷൻ കറൻറ്റ് വളരെ നന്നായി കുറഞ്ഞു, സപ്രസ് ചെയ്തു. അപ്പോൾ കറൻറ്റിന് അല്ലേ, ഈ ഹോൾസിന് ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല, ഇലക്ട്രോൺസിന് ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ്? കറൻറ്റ് വളരെയധികം റെഡ്യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. റിവേഴ്സ് ബയാസിൽ ഈ റെസിസ്റ്റൻസ് വളരെ കൂടുതലാണ്. ഇന്ന് നോക്കൂ, അതേസമയം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടു. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ കാര്യം പറയണത്. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യലിൻ്റെ പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്. ഇനി നോക്കൂ, പിയിലത്തെ മൈനോറിറ്റി ക്യാരിയേഴ്സ് ആരാ? പിയിലത്തെ മൈനോറിറ്റി ക്യാരിയേഴ്സ് ഇലക്ട്രോൺസ് അല്ലേ? ആ ഇലക്ട്രോൺസ് ഇതേ നെഗറ്റീവ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ നെഗറ്റീവ്. അതുപോലെ എന്നിലത്തെ മൈനോറിറ്റി ക്യാരിയേഴ്സ് ആരാ? ഹോൾസ്. ആ ഹോൾസിന് കണ്ടോ ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവാണ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പോസിറ്റീവാണ്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് കാരണം, ഡ്യൂ ടു ദ ഇഫക്റ്റ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ്, എ സ്മോൾ ഡ്രിഫ്റ്റ് കറൻറ്റ് ഫ്ലോസ് ഡ്യൂ ടു മൈനോറിറ്റി ക്യാരിയേഴ്സ്. ഈ മൈനോറിറ്റി ക്യാരിയേഴ്സ് കാരണം
ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് കൊണ്ട് എന്തുണ്ടാവും, ഒരു ചെറിയ ഡ്രിഫ്റ്റ് കറൻറ്റ് ഉണ്ടാവും. ഇനി ലാസ്റ്റ് പോയിന്റ്, ദ ഡ്രിഫ്റ്റ് കറൻറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് മൈക്രോ ആംപിയർ. അത്രയും സ്മോളാണ്, മൈക്രോ ആംപിയർ ഓർഡറിലാണ് ഡ്രിഫ്റ്റ് കറൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പി എൻ ജംഗ്ഷൻ ഡയോഡ് അണ്ടർ റിവേഴ്സ് ബയാസിൽ നടക്കുന്നത്. റിവേഴ്സ് ബയാസിൻ്റെ പോയിൻറ്റ്സ്, ദ പി റീജിയൻ ഓഫ് ദ പി എൻ ജംഗ്ഷൻ diode is connected to negative of the battery, N region of the diode is connected to positive of the battery. P റീജിയനെ ബാറ്ററിയുടെ നെഗറ്റീവും എൻ റീജിയനെ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് കണക്ട് ചെയ്താൽ അതിനെ നമ്മൾ റിവേഴ്സ് ബയാസ് എന്ന് പറയും. ഒന്നാമത്തെ പോയിന്റ്. ഇനി അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഡെപ്ലീഷൻ ലെയർ കണ്ടു, ബാറ്ററിയുടെ നെഗറ്റീവും പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ നെഗറ്റീവും, അതുപോലെ ബാറ്ററിയുടെ പോസിറ്റീവും പൊട്ടൻഷ്യൽ ബാരിയറിൻ്റെ പോസിറ്റീവും. അപ്പോൾ എന്തുണ്ടാവും, ഡെപ്ലീഷൻ റീജിയൻ വൈഡൻസ്, അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ ഡെപ്ലീഷൻ ലെയർ ഈസ് ഇൻക്രീസ്ഡ്. ഡെപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് ഇൻക്രീസ് ചെയ്യും. മൂന്നാമത്തെ, ഇനി അത് രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പി കണക്റ്റഡ് ടു നെഗറ്റീവ്, എൻ കണക്റ്റഡ് ടു പോസിറ്റീവ്. രണ്ടാമത്തെ പോയിന്റ് എന്താ, ഡെപ്ലീഷൻ റീജിയൻ വൈഡൻസ്, അല്ലെങ്കിൽ വിഡ്ത്ത് ഓഫ് ദ ഡെപ്ലീഷൻ റീജിയൻ ഈസ് ഇൻക്രീസ്ഡ്. ഡെപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടി. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താ, ബാരിയർ പൊട്ടൻഷ്യൽ ഈസ് ഇൻക്രീസ് ടു വി പ്ലസ് വി സീറോ. അപ്പോൾ ഇഫക്റ്റീവ് ബാരിയർ ഹൈറ്റ് കൂടി. എത്രയാണ്, വി പ്ലസ് വി സീറോ ആയിട്ട് കൂടി. ഇനി നാലാമത്തെ എന്താണ്, ഇലക്ട്രോൺസ് cannot diffuse from N to P and holes cannot diffuse from P to N. അതല്ലെങ്കിൽ ഡിഫ്യൂഷൻ കറൻറ്റ് ഈസ് സപ്രസ്ഡ്. കാരണം ഇവിടുത്തെ ഇലക്ട്രോണിനെ കണ്ടു, ഇവിടെ പോസിറ്റീവ് അല്ലേ, ഇങ്ങോട്ട് കിടക്കാൻ സമ്മതിക്കില്ല. അപ്പോൾ ഡിഫ്യൂഷൻ, അതുപോലെ ഇവിടുത്തെ ഹോൾസിനെ ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല ബാറ്ററിയുടെ നെഗറ്റീവിൻ്റെ. അപ്പോൾ ഡിഫ്യൂഷൻ കറൻറ്റ് ഈസ് സപ്രസ്ഡ്, ഡിഫ്യൂഷൻ കറൻറ്റ് കുറഞ്ഞു. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്താണ്, ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ് ദ മൈനോറിറ്റി കാരിയേഴ്സ് ആർ ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇഫക്റ്റ് കാരണം പിയിലത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസും എന്നിലത്തെ മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസിനും ആ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്, ഫോർവേഡ് ബയാസ് പോലെയാണ്. അപ്പോൾ എ സ്മോൾ ഡ്രിഫ്റ്റ് കറൻറ്റ് ഫ്ലോസ് ഡ്യൂ ടു മൈനോറിറ്റി കാരിയേഴ്സ് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ശക്തി കാരണം ഈ മൈനോറിറ്റി കാരിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രിഫ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു ചെറിയ ഡ്രിഫ്റ്റ് കറൻറ്റ് ഉണ്ടാവും. ഇനി ദ ഡ്രിഫ്റ്റ് കറൻറ്റ് ഈസ് ഓഫ് ദ ഓർഡർ ഓഫ് മൈക്രോ ആംപിയർ. ആ ഡ്രിഫ്റ്റ് കറൻറ്റ് മൈക്രോ ആംപിയർ ഓർഡറിലാണ്. ആറാമത്തെ പോയിന്റ്. ഇനി ഏഴാമത്തെ എന്താണ്, കറൻറ്റ് ശരിക്കും ഫ്ലോ ചെയ്യാത്ത തന്നെ എന്താ നമുക്ക് പറയാം, ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഡയോഡ് ഈസ് ഹൈ. ആ ഡയോഡിൻ്റെ റെസിസ്റ്റൻസ് ഹൈ ആണെന്ന് പറയാം, കൂടുതലാണെന്ന് പറയാം. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ പി എൻ ജംഗ്ഷൻ ഡയോഡ്, ഫോർവേഡ് ബയാസ്, റിവേഴ്സ് ബയാസ് എടുത്തു. ഇനി അടുത്തത് വി ഐ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ സെമി കണ്ടക്ടർ അല്ലെങ്കിൽ പി എൻ ജംഗ്ഷൻ ഡയോഡ്. ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡിൽ ഫോർവേഡ് ബയാസും റിവേഴ്സ് ബയാസും നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് നോക്കാം. നോക്കൂ, അപ്പോൾ ആദ്യം ഫോർവേഡ് ബയാസിൻ്റെ കാര്യം പറയാം. വി ഐ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫോർവേഡ് ബയാസ്. ഇത് കറൻറ്റ് ഐ എ, വോൾട്ടേജ് വി. നോക്കൂ, വി ഐ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സിലിക്കൺ ഡയോഡ്. സിലിക്കൺ ഡയോഡിൻ്റെ വി ഐ ക്യാരക്ടറിസ്റ്റിക് നമുക്ക് നോക്കാം. ഫോർവേഡ് വോൾട്ടേജ്, നമ്മൾ ഫോർവേഡ് ബയാസ് ആദ്യം പറയാം. അപ്പോൾ കണ്ടു, വോൾട്ടേജ് എക്സ് ആക്സിസിലും കറൻറ്റ് മില്ലി ആംപിയർ ഓർഡറിലാണല്ലോ നമ്മൾ പറഞ്ഞത് ഫോർവേഡ് ബയാസിൽ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഫോർവേഡ് ബയാസിലെ കറൻറ്റ് മില്ലി ആംപിയർ ഓർഡറിൽ വൈ ആക്സിസിലും എടുത്തിട്ട് നമ്മൾ നോക്കാം. നമ്മൾ ഫോർവേഡ് വോൾട്ടേജ് പതുക്കെ പതുക്കെ കൂട്ടുക. അങ്ങനെ കൂട്ടി വരുമ്പോൾ എന്തുണ്ടാവും, കൂട്ടി ആ പൊട്ടൻഷ്യൽ ബാരിയർ സിലിക്കൺ ഡയോഡിലാണെങ്കിൽ 0.7 ആണ്. 0.7. അപ്പോൾ 0.7 എത്തണ വരെ കറണ്ട് ഉണ്ടാവില്ല. കാരണം ആ പൊട്ടൻഷ്യൽ ബാരിയർ അല്ലെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ റിമൂവ് ചെയ്യണല്ലോ. അപ്പോൾ സിലിക്കൺ ഡയോഡിൽ കണ്ടു 0.7 എത്തണ വരെ കറണ്ട് കൂടില്ല. കാരണം ആ പൊട്ടൻഷ്യൽ ബാരിയർ റിമൂവ് ചെയ്യാൻ നോക്കും. അത് കഴിഞ്ഞ് 0.7 എത്തിയാലോ, 0.7 വോൾട്ടേജ് എത്തിയാലോ കറൻറ്റ് പെട്ടെന്ന് അങ്ങോട്ട് റൈസ് ചെയ്യും. കാരണം ഇലക്ട്രോൺസും ഹോൾസും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫ്യൂസ് ചെയ്യുമല്ലോ. അപ്പോൾ കറൻറ്റ് റൈസസ് ഷാർപ്ലി.
കണ്ടു 0.7 വോൾട്ട് എത്തിയപ്പോൾ കറണ്ട് അങ്ങോട്ട് പെട്ടെന്ന്, കാരണം പൊട്ടൻഷ്യൽ ബാരിയർ മാറി, ഡെപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് വളരെ റെഡ്യൂസ് ചെയ്തു. അപ്പോൾ കറണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫോർവേഡ് ബയാസിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്. നമ്മളിവിടെ സിലിക്കൺ ഡയോഡിനെയാണ് വരച്ചിരിക്കുന്നത്. ഇൻ ഫോർവേഡ് ബയാസ് ദ കറണ്ട് increases very slowly till the barrier potential is removed. Then the car at a certain voltage the current increases rapidly. അപ്പോൾ ഫോർവേഡ് ബയാസിൽ കറൻറ്റ് കണ്ടു വളരെ സ്ലോ ആയിട്ടേ കൂടുന്നുള്ളൂ. ഒരു പ്രത്യേക വോൾട്ടേജ് എത്തുമ്പോൾ കറൻറ്റ് പെട്ടെന്ന് അങ്ങോട്ട് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് വോൾട്ടേജ് ഈസ് കോൾഡ്, ഇപ്പോൾ ഈ വോൾട്ടേജിന് പറയുന്ന പേരാണ് എന്ത്? ത്രഷോൾഡ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ്. ദാറ്റ് വോൾട്ടേജ് അറ്റ് വിച്ച് കറൻറ്റ് ഇൻക്രീസസ് ഷാർപ്പ്ലി. ഏത് വോൾട്ടേജിലാണോ ഫോർവേഡ് ബയാസിൽ കറൻറ്റ് പെട്ടെന്ന് കൂടുന്നത് ആ വോൾട്ടേജിനെ ത്രഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയും. അത് പറഞ്ഞല്ലോ 0.2 വോൾട്ടാണ് ജർമാനിയൻ ഡയോഡിന്, 0.7 വോൾട്ടാണ് സിലിക്കൺ ഡയോഡിന്. ഏത്? ഈ ത്രഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. നോക്കൂ, അപ്പോൾ ആഫ്റ്റർ ദ ത്രഷോൾഡ് വോൾട്ടേജ് ദ കറൻറ്റ് ഇൻക്രീസസ് റാപ്പിഡ്ലി വിത്ത് എ വെരി സ്മോൾ ഇൻക്രീസ് ഓഫ് ഫോർവേഡ് ബയാസ്. ഈ കട്ട് ഇൻ വോൾട്ടേജ് അല്ലെങ്കിൽ ത്രഷോൾഡ് വോൾട്ടേജ് എത്തിക്കഴിഞ്ഞാൽ വളരെ ചെറിയൊരു ഫോർവേഡ് ബയാസ് കൊടുത്താൽ മതി. അതായത് ഫോർവേഡ് ബയാസിൻ്റെ വോൾട്ടേജ് വളരെ ചെറുത് കൊടുത്താൽ മതി, കറൻറ്റ് പെട്ടെന്ന് അങ്ങോട്ട് വളരെ അധികം അങ്ങോട്ട് കൂടും. ഫോർ ദ ഡയോഡ് ഇൻ റിവേഴ്സ് ബയാസ് ദ കറൻറ്റ് ഈസ് വെരി സ്മോൾ. ഫോർ റിവേഴ്സ് ബയാസ് ദ കറൻറ്റ് ഈസ് വെരി സ്മോൾ, ദാറ്റ് ഈസ് ഇൻ മൈക്രോ ആംപിയർ ഓർഡർ. റിവേഴ്സ് ബയാസിൽ കറൻറ്റ് വളരെ സ്മോൾ ആണ്, അത് മൈക്രോ ആംപിയർ ഓർഡറിലാണ്. ആൻഡ് ഓൾമോസ്റ്റ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വിത്ത് റിവേഴ്സ് ബയാസ് വോൾട്ടേജ്. അപ്പോൾ അത് മാത്രമല്ല, കുറേ റിവേഴ്സ് വോൾട്ടേജ് കൂടണ വരെ റിവേഴ്സ് കറൻറ്റ് ഉണ്ടോ For the diode in reverse bias, the current is very small, of the order of microampere. റിവേഴ്സ് ബയാസിൽ ഈ ഡയോഡിലത്തെ കറൻറ്റ് വളരെ സ്മോളാണ്, മൈക്രോ ആംപിയർ ഓർഡറിലാണ്. ആൻഡ് ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് വിത്ത് ചേഞ്ച് ഇൻ ബയാസ്. കണ്ടോ? അത് മാത്രമല്ല, അത് കോൺസ്റ്റൻ്റ് ആയിട്ട് കുറേ നേരം ബയാസ് വോൾട്ടേജ് കുറേ കൂടണ വരെ ആ കറൻറ്റ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ, കണ്ടോ, വളരെ ചെറുതുമാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുക, ഓൾമോസ്റ്റ് കോൺസ്റ്റൻറ്റ്, ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. ദ കറൻറ്റ് ഓൾമോസ്റ്റ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ഫോർ ദ ചേഞ്ച് ഇൻ ബയാസ്. ആ ബയാസ് റിവേഴ്സ് ബയാസ് ചേഞ്ച് ചെയ്തിട്ടും ആ കറൻറ്റ് കണ്ട് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. ഇറ്റ് ഈസ് കോൾഡ് റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ്. അതിന് പറയുന്ന പേരാണ് എന്ത്? റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയാം. മാക്സിമം അത്രയേ ഉള്ളൂ, വളരെ ചെറിയ മൈക്രോ ആംപിയർ ഓർഡറിലാണ്, മാക്സിമം ഇതാണ്, അതിനെ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയും. അപ്പോൾ ഫോർ ദ ഡയോഡ് ഇൻ റിവേഴ്സ് ബയാസ് the current is very small, of the order of microampere, and remains constant for change in reverse bias, and that current is called reverse saturation current. അപ്പോൾ റിവേഴ്സ് ബയാസിൽ കറൻറ്റ് വളരെ ചെറുതാണ്, മൈക്രോ ആംപിയർ ഓർഡറിലുള്ളൂ. മാത്രമല്ല റിവേഴ്സ് വോൾട്ടേജ് കണ്ടോ, റിവേഴ്സ് ബയാസ് ചേഞ്ച് വരുത്തിയിട്ടും റിവേഴ്സ് കറൻറ്റ് ഓൾമോസ്റ്റ് ഏകദേശം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുക, അതിന് നമ്മൾ റിവേഴ്സ് സാച്ചുറേഷൻ കറൻറ്റ് എന്ന് പറയും. അറ്റ് വെരി ഹൈ റിവേഴ്സ് വോൾട്ടേജ് ദ കറൻറ്റ് സഡൻലി ഇൻക്രീസസ് ടു മാക്സിമം. അപ്പോൾ ഒരു പ്രത്യേക റിവേഴ്സ് വോൾട്ടേജ് എത്തുമ്പോൾ കറൻറ്റ് പെട്ടെന്ന് അങ്ങോട്ട് കൂടും, കണ്ടു. ആ വോൾട്ടേജിനെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. ദാറ്റ് വോൾട്ടേജ് അറ്റ് വിച്ച് current in the reverse bias increases suddenly is called breakdown voltage.
അപ്പോൾ ഏത് വോൾട്ടേജിലാണോ റിവേഴ്സ് ബയാസിൽ കറണ്ട് പെട്ടെന്ന് കൂടുന്നത് അതിനെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. ഓർഡിനറി ഡയോഡ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ റിവേഴ്സ് ബയാസ്. സാധാരണ ഡയോഡുകൾ റിവേഴ്സ് ബയാസിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ആ നെഗറ്റീവ് കണ്ടു, വോൾട്ടേജ് നെഗറ്റീവ് അനുസരിച്ച് ആ ഡയോഡ് ബ്രേക്ക് ഡൗൺ നടക്കാതെ അതിൻ്റെ ഇതൊക്കെ പോയി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്കൊക്കെ പോയി, ആ ഡയോഡ് ഡാമേജായി. അപ്പോൾ ഓർഡിനറി ഡയോഡ് റിവേഴ്സ് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേക ഡയോഡ് ഉണ്ട്, അതാണ് സെനർ ഡയോഡ് എന്ന് പറയും. അപ്പോൾ ഓർഡിനറി ജനറൽ പർപ്പസ് ഡയോഡ്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് റീജിയൻ. സാധാരണ പർപ്പസിന് ഉപയോഗിക്കുന്ന ഡയോഡുകൾ ഈ റിവേഴ്സ് സാച്ചുറേഷൻ കറണ്ട് റീജിയനിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അത് കേടുവരും, ഡാമേജ്ഡ് ആവും. ഇപ്പോൾ ഇവിടെ 2 പോയിൻ്റാണ് ഈ VI ക്യാരക്ടറിസ്റ്റിക്കിൽ 2 പോയിൻ്റാണ് നമുക്ക് ഓർത്തിരിക്കാനുള്ളത്. ഒന്ന് ത്രഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ്. എന്താണ്? ദ ഫോർവേഡ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ കറണ്ട് ഇൻക്രീസസ് സിഗ്നിഫിക്കൻ്റ്ലി ഈസ് കോൾഡ് ത്രഷോൾഡ് വോൾട്ടേജ് ഓർ കട്ട് ഇൻ വോൾട്ടേജ്. ഫോർവേഡ് ബയാസിൽ ഏത് വോൾട്ടേജിലാണോ കറണ്ട് പെട്ടെന്ന് വളരെയധികം കൂടുന്നത് ആ വോൾട്ടേജിനെ ത്രഷോൾഡ് വോൾട്ടേജ് അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ് എന്ന് പറയും. ഇനി രണ്ടാമത്തെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, ദ റിവേഴ്സ് വോൾട്ടേജ് അറ്റ് വിച്ച് ദ റിവേഴ്സ് കറണ്ട് ഇൻക്രീസസ് സഡൻലി ഈസ് കോൾഡ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്. അപ്പോൾ ആ റിവേഴ്സ് ബയാസിൽ ഏത് വോൾട്ടേജിലാണോ കറണ്ട് പെട്ടെന്ന് അങ്ങോട്ട് കൂടുന്നത് ആ വോൾട്ടേജിനെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എന്ന് പറയും. അതിൽ തന്നെ മൂന്നാമത്തെ ഒരു പോയിൻറ്റും കൂടി ഉണ്ട്, ഡൈനാമിക് റെസിസ്റ്റൻസ് RD. അപ്പോൾ ഡൈനാമിക് റെസിസ്റ്റൻസ് RD ഈസ് ദ റേഷ്യോ ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് ടു സ്മോൾ ചേഞ്ച് ഇൻ കറണ്ട്. അപ്പോൾ ഡൈനാമിക് റെസിസ്റ്റൻസ് RD ഈസ് ദ റേഷ്യോ ഓഫ് സ്മോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് ടു സ്മോൾ ചേഞ്ച് ഇൻ കറണ്ട്. സ്മോൾ ചേഞ്ച് ഇൻ വോൾട്ടേജ് ΔV ആയിട്ടെടുക്കുക, സ്മോൾ ചേഞ്ച് ഇൻ കറണ്ട് ΔI ആയിട്ടെടുക്കുക. അപ്പോൾ RD ഈക്വൽസ് ΔV ബൈ ΔI. ഇതാണ് ഡൈനാമിക് റെസിസ്റ്റൻസ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് PN ജംഗ്ഷൻ ഡയോഡിലെ എക്സ്റ്റേണൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യേണ്ട വിധം. ഇനി ഈ ഡയോഡിൻ്റെ യൂസ് റെക്ടിഫയറായിട്ട് അതും കൂടി നമുക്ക് എടുക്കാനുള്ളൂ. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ.